സജിനയുടെ കള്ളങ്ങൾ പൊളിഞ്ഞു വീഴുന്നു. എല്ലാവർക്കും നക്ഷത്ര വ്ലോഗ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇതിനു മുമ്പ് സജിനയുടെ ഒരു വീഡിയോ ഇട്ടിരുന്നല്ലോ. അതിൽ ഞാൻ പറഞ്ഞിരുന്നു സജിനയുടെ ഓരോ കള്ളത്തരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണെന്ന്. അത് സത്യമാണെന്ന് തെളിയിക്കുന്ന ഒരു വീഡിയോ ഫിറോസ് ഖാൻ പുറത്തു വിട്ടിരിക്കുകയാണ്. ഫിറോസ് പറയുന്നത് സജിന 10 വർഷമായി തന്നെ ഉപദ്രവിക്കുകയായിരുന്നു എന്നും ആരുടെ കൂടെ വേണമെങ്കിലും ജീവിക്കുകയോ എന്താണെന്ന് വെച്ചാൽ ചെയ്യുകയോ ചെയ്തോ, പക്ഷേ ഇനിയെങ്കിലും ഫിറോസിൻ്റെ കുഞ്ഞിനെ നൽകണമെന്നുമാണ് വീഡിയോയിൽ. അതുപോലെ ഒരുപാട് അലിഗേഷൻസ് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ട്. ഇതിൽ ആര് പറയുന്നതാണ് സത്യം, ആര് പറയുന്നത് വിശ്വസിക്കണം എന്നൊന്നും നമുക്ക് മനസ്സിലാവുന്നില്ല. രണ്ടിനെയും വിശ്വസിക്കാൻ കൊള്ളില്ല. റസൂലുമായുള്ള ബന്ധത്തിലൂടെ സജിന എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന്, സജിനയുമായുള്ള ബന്ധത്തിലൂടെ റസൂൽ എന്താണ് ഉദ്ദേശിക്കുന്നതെന്നും ഇത്രയും നാൾ കൊണ്ട് ഏറെക്കുറെ മലയാളികൾക്ക് മനസ്സിലായി. അതായത് ഒരു അളിഞ്ഞ അവിഹിതം. റസൂലിൽ നിന്ന് ഒരുപാട് ഉപദ്രവം അനുഭവിച്ചിട്ടുണ്ട് എന്നാണ് സജിന പറയുന്നത്. അങ്ങനെ ഉപദ്രവം അനുഭവിച്ച ശേഷം ആൻമരിയ, ദിയാസന എന്ന 2 കൂട്ടുകാരുണ്ടല്ലോ, അവരോട് അക്കാര്യം പറഞ്ഞു അത്രേ. സജിനയെ റസൂല് ചീറ്റ് ചെയ്തുവെന്ന്. അതിന് പ്രതികാരമായി 3 കോടി രൂപ റസൂലിനോട് ആവശ്യപ്പെടുമെന്ന്. സജിന റസൂലുമായി തെറ്റിയപ്പോൾ കാര്യങ്ങൾ പുറംലോകം അറിയണമെന്ന് സജിനയ്ക്ക് തോന്നി. അങ്ങനെ പലപ്പോഴായി ഫോട്ടോകളും സ്റ്റോറികളും മറ്റും ഇട്ടു. അവസാനം അത് ഹാക്കിംഗ് എന്ന രീതിയിലേക്ക് വരെയാക്കി. ഇപ്പോൾ സുഹൃത്തുക്കളായിരുന്ന ദിയാസനയും ആൻമരിയയും സജിനയുടെ ശത്രുപക്ഷത്താണ്. അവർ പറയുന്നത് സജിന മയക്കുമരുന്നിന് അടിമയാണെന്നാണ്. എന്താണ് സത്യം എന്നൊന്നും നമുക്കറിയില്ലല്ലോ. എല്ലാവരും പറയുന്നത് കേൾക്കാം, അത്രയേ ഉള്ളൂ. റസൂലിന് അമ്മയുടെ പ്രായമുള്ളവരുമായി വരെ ബന്ധമുണ്ടെന്നാണ് സജിന പറയുന്നത്. സത്യം പറഞ്ഞാൽ സജിനയുടെ നാക്കാണ് ഏറ്റവും വലിയ പ്രശ്നം. കള്ളത്തരങ്ങളല്ലാതെ മറ്റൊന്നും പറയില്ല. സിറ്റുവേഷൻ ഓവർകം ചെയ്യാൻ വേണ്ടി പല നുണകളും പറയും. അവസാനം അതെല്ലാം പൊളിഞ്ഞു വീഴുകയും ചെയ്യും. ഇവിടെ റിയൽ ഗെയിമർ റസൂൽ പൂക്കുറ്റിയാണ്. അയാൾ കാണുന്ന പെണ്ണുങ്ങൾക്കെല്ലാം മെസ്സേജ് അയക്കുന്ന ആളാണ്. അതും സെക്സ് വർത്തമാനം. അതേ വർത്തമാനം തന്നെയാണ് സജിനയോടും സംസാരിച്ചിട്ടുള്ളത്. റസൂൽ സജിനയ്ക്കും മെസ്സേജ് അയച്ചപ്പോൾ അവളും അതിനകത്ത് വീണു. എന്തൊക്കെയാണ് സജിന പറഞ്ഞിരുന്നത്? റസൂൽ പൂക്കുറ്റി എൻ്റെ ദൈവമാണ്, എൻ്റെ ബാപ്പയെ പോലാണ്, സഹോദരനാണ് എന്നൊക്കെയല്ലേ. അങ്ങനെയുള്ള ഒരാളോടാണോ ഈ രീതിയിൽ മെസ്സേജ് അയക്കുന്നത്? ദൈവത്തെ പോലെ ഇറങ്ങി വന്ന് തന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തിയ ആളാണ് എന്നൊക്കെയാണ് സജിന പറഞ്ഞിട്ടുള്ളത്. അതെല്ലാം വെറും കള്ളത്തരങ്ങളാണ്. എന്തൊക്കെയായാലും കൊള്ളാം. ഇനിയും കഥകൾ പുറത്തു വരാനുണ്ട്. പുറത്തു വരട്ടെ, നമുക്കന്നേരം വേറെ ഒരു വീഡിയോ ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്കും കൂടി ചെയ്യണം കേട്ടോ.